ഇന്ന് ഞാൻ കറുത്ത എള്ള് ഉപയോഗിച്ച് വളരെ ഈസിയും ടേസ്റ്റും ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ. ആകെ 2 ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. വളരെയധികം ആരോഗ്യ ഗുണം ഉള്ള ഒന്നാണല്ലോ എള്ള്. അപ്പോൾ അത് നമുക്ക് പച്ചയ്ക്ക് കഴിച്ചാൽ വളരെ നല്ലതാണ്. പക്ഷെ നമുക്കത് അങ്ങനെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇത്. കാരക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ നോമ്പ് തുറന്ന് പച്ചവെള്ളം കുടിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള ജ്യൂസൊക്കെ കുടിക്കാൻ. റസിയാസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എള്ളൊന്ന് കഴുകി കുതിർത്താൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് നിറച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്തതിന് ശേഷം നന്നായി കഴുകി കുതിർത്താനായിട്ട് വെക്കാം. ഇവിടെ എള്ളൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താനായിട്ട് വെക്കാം. നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ രാവിലെയാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാത്രിയാണ് ഇത് കുതിർത്താനായിട്ട് വെക്കുന്നത്. അപ്പം നമുക്കൊരു 4-5 മണിക്കൂറൊന്ന് കുതിർത്തിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിത് രാവിലെ ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അടിച്ചെടുക്കാം. ഈ ജ്യൂസിൽ മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ഇത് മറയൂർ ശർക്കരയാണ്. ഇത് ഞാൻ വെള്ളമൊഴിച്ച് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളുടെ മധുരത്തിന് ആവശ്യമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുതിർത്തെടുത്തിട്ടുള്ള എള്ള് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ശർക്കരയിൽ നിന്ന് ഒരു 3/4 ഭാഗം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് വെള്ളത്തിൽ കുതിർത്തി നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. വെള്ളമൊക്കെ ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നും കൂടി അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് ഏലക്കപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഇട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്നും കൂടി അടിച്ചെടുക്കാം. ഈ ജ്യൂസ് കുറച്ച് ലൂസായിട്ട് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം കുറവായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ശർക്കര പാവും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി അടിച്ചെടുക്കാം. ഈ ഒരു അളവ് എള്ളിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം നമ്മൾ എള്ള് കുതിർത്തുമ്പോൾ ഒഴിച്ചിരുന്നു. ബാക്കി 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എള്ള് നന്നായി അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതല്ല നിങ്ങൾ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.